ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ ഇന്ന് സമയം 9:08 ആയിട്ടുണ്ട്. നമ്മൾ ഇൻഫോ പാർക്കിലാണുള്ളത്. നമുക്ക് ഇന്നാളത്തെ പേഴ്സണൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇത് നമ്മള് വീടിന്റെ അടുത്തുള്ള ഒരു കസ്റ്റമർ ആട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ ട്രിപ്പ് കിട്ടും, 170 രൂപ. അപ്പോൾ നമുക്ക് ഊബർ ഓണാക്കാം. 9:08 ആയിട്ടുണ്ട് സമയം. ഊബർ ഓണാക്കിയിട്ടുണ്ട്. വാലറ്റില് ഇന്ന് ക്യാഷ് ഔട്ട് ആട്ടോ. ഇന്ന് ഇങ്ങോട്ട് കിട്ടാനാണ് 92. അതൊരു 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അവിടെ 0 ആയി കിടക്കും. ഇന്ന് ക്യാഷ് ഔട്ടാണ്. ഡെയിലി അവിടെ പേയ്മെന്റ് ഉണ്ടാവല്, അങ്ങോട്ട് കൊടുക്കാനുണ്ടാവല്. അപ്പോൾ റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോ നമ്മൾ റീചാർജ് ചെയ്തിട്ട് 0 ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഓടിയില്ല. യാത്ര പിന്നെ എപ്പോഴും മനസ്സുഖത്തിന് വേണ്ടി ഓണാക്കുക, അത്രേ ഉള്ളൂ. ആ ഫോൺ ചൂടാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. നമുക്ക് നമ്മളെ ആംബിയൻസിൻ്റെ അടുക്ക് പോവാം. ആംബിയൻസിൻ്റെ അവിടെ പോയിരിക്കാം. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടോ, ഒരു നീരജ തൃപ്പൂണിത്തറക്കാണ് 200 രൂപ. ഇനി 1.4 കിലോമീറ്റർ കൂടി ഉണ്ട് പിക്കപ്പ്. നമ്മൾ ഇൻഫോ പാർക്കിൽ നിന്ന് ചിറ്റത്തര ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് മറ്റേ നമ്മളെ രാജഗിരി കോളേജിലേക്ക് പോകണം. അവിടെ വെച്ചപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ച് ബാക്കൊക്കെ തന്നെ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇൻഫോ പാർക്ക് എന്നല്ല. ഇൻഫോ പാർക്ക് എത്തുന്നതിന് മുമ്പ് മേലക്ക് ഒരു റോഡുണ്ട്. സീനായി മക്കളെ. നമുക്ക് ഇതിലെ പോകണ്ട. ഇവിടെ റോഡ് ക്രോസ് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് കയറ്റി വിട്ടു. പക്ഷെ എങ്കിൽ ഇങ്ങോട്ട് കയറ്റി പോയാൽ അപ്പുറത്ത് ചെറിയ റോഡാണ്. അവിടെ ഇതൊരു വെള്ള ടാങ്കറും വന്ന് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാ, എങ്ങനെ പോവാ? ഇപ്പൊ നമ്മള് റോങ് സൈഡ് കയറിയിട്ടാണ് പോണേ. ഇവിടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പക്ഷെ എങ്ങനെ എന്താണോ, ചിലവര് നല്ല സ്പീഡ് റൈറ്റ് കൂടി വരുമ്പോഴാണ് പണിയാവുക. കാരണം ഇത് പ്രതീക്ഷിക്കൂലല്ലോ ഇങ്ങനെ ഒരു വരവ്. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്, എൻഡിങ് എത്തിയിട്ടുണ്ട്. അത് ആ വളണ്ടിയേഴ്സിന്റെ കുഴപ്പമാണ്. ഒരാൾ ഇവിടെ നിന്ന് കൊടുത്താൽ മതി, അത് കുഴപ്പമില്ല. ഇവര് അവിടുന്ന് വല്ല ഒന്നും അറിയില്ല, അങ്ങോട്ട് കയറ്റി വിടും, അത്ര തന്നെ ഉള്ളു. നമുക്ക് ഈ വഴിയാട്ടി കയറി പോണ്ടേ മേലേക്ക്. ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, അത് നമ്മളെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറക്ക് തന്നെയാണ്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉണ്ട് ടോട്ടല്, പിക്കപ്പും ഡ്രോപ്പും പാടെ. അത് നമ്മള് തൃപ്പൂണിത്തറ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഈ സ്റ്റാച്ചു ജംഗ്ഷന്റെ അവിടെ. ഇവിടുത്തെ മെയിൻ അമ്പലമാണ്. അവിടേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് 198 രൂപ കിട്ടി. അത് നമ്മൾ 10 കിലോമീറ്റർ കേട്ടോ ഓടിയത്. 200 കറക്റ്റ് കിട്ടിയില്ല. 22 മിനിറ്റ് അടുത്ത്. ഇവിടെ എത്താൻ നേരത്തെ നമുക്ക് റാപ്പിഡോയില് 254 രൂപയുടെ ട്രിപ്പ് അടിച്ചാൽ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇത് പോയിട്ട് പിക്ക് ചെയ്യട്ടെ. അതുലാണ് അതുൽ പിക്കപ്പ് എത്ര കിലോമീറ്റർ ഉണ്ടാവട്ടെ? 1.4, 8 മിനിറ്റ് ഉണ്ട്. ഈ പിക്കപ്പ് ഉള്ളത് നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, വിജയകുമാർ മേനോൻ ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ ആദ്യം ഒരു യൂട്ടേൺ അടിച്ചു. പിന്നെ ഒരു യൂട്ടേൺ അടിച്ചേക്കന്നെ ലെഫ്റ്റിക്കാണ് ഇതിന്റെ റോഡ്. അതെനിക്ക് കിട്ടിയില്ല. പിന്നെ വെല്ല റിവേഴ്സ് ഇട്ട് കയറി വന്ന്. ആള് പിന്നെ കസ്റ്റമറിനെ വിളിച്ചപ്പോൾ ആള് ഹോസ്പിറ്റലിലാണ്. പിന്നെ ഒരു 5 മിനിറ്റ് ആവുന്നതാണ്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോ ഫോറം മാളിലാണ് ഉള്ളത്. ഫോറം മാളില് അടിയിലാണ്, താഴെ അണ്ടർഗ്രൗണ്ടിൽ. ഈ ഒരു മേടായിരുന്നു നമ്മളെ കസ്റ്റമർ. അപ്പോൾ മറ്റേ ട്രിപ്പിന് ശേഷം നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്, ഫോറം മാൾക്ക് ഡ്രോപ്പ് ചെയ്തത്. ഇപ്പൊ നമ്മളത് 438 3 ട്രിപ്പ്. അപ്പോൾ ഈ ട്രിപ്പ് ഓൺലൈൻ ട്രിപ്പ് ആയിരുന്നു. ഫോറം മാളിലേക്ക് ക്യാഷ് കളക്ട് ഇല്ല. 15 മിനിറ്റ് കൊണ്ട് എത്തി, 5 കിലോമീറ്റർ. മറ്റേത് 130 രൂപയാണ് ശരിക്കുള്ളത്. പക്ഷെ ആള് 200 തന്ന്. അത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വയ്യാത്ത അപ്പൂപ്പനും ഉണ്ടായിരുന്നു, മോനും പിന്നെ അമ്മയും തോന്നുന്നുണ്ട്. അപ്പൊ അത് 1.52 കിലോമീറ്റർ ഡ്രോപ്പ്. 98 രൂപയാണ് നമുക്ക് കിട്ടണേ. ബാക്കി ടിപ്പ് തന്നെ കിട്ടി നമുക്ക് അത്യാവശ്യം പൈസ. 200 രൂപ തന്നെ. ഇനി ഇപ്പൊ ഈ ട്രിപ്പ് നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നമ്മള് CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. CNG കഴിഞ്ഞിട്ടില്ല, 2 പുള്ളിയായി. അപ്പോ ഇവിടെ ഓപ്പോസിറ്റ് റോഡ് യൂട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇതുണ്ട്, പമ്പുണ്ട്, CNG പമ്പുണ്ട്, ഇന്ത്യൻ ഓയിൽ. അപ്പൊ അവിടെ പോയിട്ട് CNG അടിക്കാം. ഇന്നത്തെ നമ്മള് ട്രിപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഏലുള്ളത് മാത്രമേ ഉള്ളൂ CNGന്റെ. വീല് നമ്മൾ ഇറങ്ങുമ്പോൾ ഇട്ടിട്ടില്ല. ഇന്നത്തെയും പാടെയാണ് കിലോമീറ്റർ ഇറക്കണത്. നമ്മള് 0 ആക്കണില്ല, അവിടെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് CNGന്റെ 0 ആക്കണം. പോയി CNG അടിക്കട്ടെ. അപ്പോൾ ടീ ബ്രേക്ക് ഇടാം. അപ്പോൾ നമ്മള് CNG അടിച്ചു, ഫുൾ ടാങ്ക് CNG ആയിട്ടുണ്ട്. ട്രിപ്പ് 0 ഇടാം. 576 രൂപ കേട്ടോ. അതായത് CNG അടിക്കാൻ 2 വട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു പാർവതി. പക്ഷെങ്കില് നമ്മള് നിക്കുന്നതിന്റെ ഓക്കെ, ഇങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് പോയി എടുക്കാം. നമ്മള് സബ്സ്ക്രൈബ് പോയി കാണാനില്ല. എന്റെ കയ്യും കാലൊക്കെ വരച്ചിട്ട് വയ്യ. ആരാ നോക്കി? മറ്റേ നമ്മളെ കസ്റ്റമർ ആരാ നോക്ക്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഷാഹിർ സാജി. ഷാഹിന്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം. ആളെ
മറ്റേ റാപ്പിഡോ ആണ് യൂസ് ചെയ്യണത്. റാപ്പിഡോ ഞാൻ ചോദിച്ചു ഇതാണ് യൂസ് ചെയ്യലോ ചോദിച്ചു. ഇപ്പൊ ഒരു 3 ആഴ്ച ആയിട്ട് ഇപ്പൊ ഇതാ യൂസ് ചെയ്യണേ. ഇപ്പൊ കുഴപ്പമില്ല, പെട്ടെന്ന് വണ്ടി കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചാൽ റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് ചോദിച്ചാൽ റേറ്റും വെച്ച് ഊബർ വെച്ച് നോക്കുമ്പോ 50-60 റുപ്യന്റെ വ്യത്യാസം ഉണ്ട്, ലാഭമാണ് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു നമുക്ക് ലാഭമാണ്. പിന്നെ കുറെ ആൾക്കാർ ആയി വരുന്നുള്ളൂ, ഡ്രൈവേഴ്സ് ആയി വരുന്നുള്ളൂ, അപ്പൊ അതിന്റെ ഒരു ഡിലേ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ചിങ്ങനെ സംസാരിച്ചൊക്കെ പോന്ന്. ഇനി നമ്മള് വിഷ്ണു ഉണ്ട് ഇവിടെ. വിഷ്ണുവിന്റെ വണ്ടിന്റെ ബാക്കിലാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്, ഇയോണ്. അപ്പോ അവനുണ്ട് ഇവിടെ, അവനെ കാത്തിക്കാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. 22 കിലോമീറ്റർ കിട്ടും, 560 രൂപ. പ്ലാറ്റ്ഫോം 1 എക്സിറ്റിന്ന്. നമ്മളെ വിഷ്ണുവിന് നേരത്തെ ഒരു ട്രിപ്പ് അടിച്ച് പോയി, ഒരു എടപ്പള്ളിക്ക് അത് ട്രിപ്പ് അടിച്ച് പോയി. അപ്പൊ നമുക്ക് ഇതാരെ കസ്റ്റമറെ പേര് ആദർശാണ്, ആദർശ്. പോയി പിക്കട്ടെ. നമുക്ക് വിഷ്ണു പോയപ്പോ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 300 സംതിങ്ങിന്, 12 കിലോമീറ്റർ. അപ്പൊ 12 അല്ല 16 കിലോമീറ്റർ ഉണ്ട്, 370 എത്ര ഉണ്ടായിരുന്നു. അത് നമുക്ക് കിട്ടിയില്ല, പെട്ടെന്ന് വേറെ ഏതോ ഡ്രൈവർ അക്സെപ്റ്റ് ചെയ്ത് പോയി. ഇപ്പൊ ഏതായാലും 560-ന് 22 കിലോമീറ്റർ അല്ലാണ്ട് ആളെ പോയി പിക്കട്ടെ. ആദർശാണ്, ആദർശ്. അങ്ങനെ നമ്മളെ ഇന്റർസിറ്റി കഴിഞ്ഞിട്ടോ, ഇതൊരു വില്ലൻ തോന്നുന്നുണ്ട്. മുളന്തുരുത്തിയിലാണ്, മുളന്തുരുത്തിക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് കിട്ടിയ റേറ്റ് 533 രൂപ നമുക്ക് കിട്ടിയത്. 21.72 കിലോമീറ്റർ, 22 കിലോമീറ്റർ, 706 ടോട്ടൽ വാങ്ങി. അപ്പൊ ഒരു 170 കമ്മീഷൻ പോയി അല്ലേ. ഇതിൽ കാണാൻ പറ്റും കമ്മീഷൻ എത്ര പോയിന്ന്. 172 രൂപ പോയിട്ടുണ്ട് കമ്മീഷന്. പിന്നെ ടാക്സ് 26 പിടിച്ചിട്ട് 560 രൂപ, 533. നമ്മളത് ശരിക്കും 560 ആണ്, അതിൽ 533 ഇട്ട് ടാക്സ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി എവിടെയും പോയിട്ട് ഫുഡ് ആയിക്കട്ടെ. ഈ ഒരു വീട്ടിലേക്കാണ് അവരെ ഡ്രോപ്പ് ആക്കിയത്. ഇത് കണ്ടോ, നമുക്കൊരു ട്രിപ്പ് അടിച്ച് 3 കിലോമീറ്റർ പിക്കപ്പും 500 മീറ്റർ ഡ്രോപ്പും 100 രൂപ. പിക്കപ്പിനാണ് പൈസ. അപ്പോൾ ഏതായാലും പോയി പിക്കട്ടെ. പിക്കപ്പിന്റെ പൈസ ഇട്ടുവരോ, 100 രൂപ ഇട്ടും. അപ്പോൾ 1 കിലോമീറ്ററിന് എത്ര എന്തായാലും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഡ്രോപ്പ് വെറും 500 മീറ്റർ മാത്രം. ആരാണ് ഇപ്പൊ ആള് അല്ലേ, ഒന്ന് വിളിച്ച് പറയട്ടെ. നമ്മളെ ലാസ്റ്റ് കസ്റ്റമർ ആട്ടോ പോണേ, ഒരു ഇന്ത്യക്കാരനാണ്, അടിപൊളി ഇന്ത്യക്കാരൻ. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി നിർത്തിട്ടോ. നമ്മളിപ്പോ 8:44 ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറെ ഓടിയില്ലോ. ഞാൻ ഉച്ചക്ക് കുറെ ഓഫ്ലൈൻ ചെയ്ത്. എനിക്കൊരു പെരുമ്പാവൂർക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അവിടെ ഒരു പേഴ്സണൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അപ്പൊ ഊബർ ഓഫ് ചെയ്തതായിരുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഇന്റർസിറ്റി ട്രിപ്പ് ആയിരുന്നു, മുളന്തുരുത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് 100 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതാണിത്. അപ്പൊ അതെന്താ വെച്ചാൽ ആ കസ്റ്റമറിനോട് പറഞ്ഞു പെരുമ്പാവൂർക്ക് എത്ര ആവും ചോദിച്ചു. അപ്പൊ ഞാൻ ഊബറിൽ റേറ്റ് നോക്കിയിട്ട് ഊബറിന്റെ റേറ്റ് പറഞ്ഞു 670 രൂപ എത്ര. അപ്പൊ എന്നോട് അങ്ങോട്ട് വിട്ടാൽ മതി പറഞ്ഞു. അപ്പൊ ക്യാൻസൽ ചെയ്തു. ആ ട്രിപ്പാണത്. അതിനുശേഷം പിന്നെ പെരുമ്പാവൂർ പോയിട്ട് എൻ്റെ 2-3 ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരോട് സംസാരിച്ച് അങ്ങനെ കുറെ നേരം നിന്ന്. പിന്നെ ഒരു 4-5 മണിക്കായും തോന്നുന്നുണ്ട് സമയം. ഞാൻ ഊബർ ഓണാക്കി. ഊബറിൽ 2 ട്രിപ്പ് അടിച്ചു, മാച്ച് ട്രിപ്പ്. ഭയങ്കര ബ്ലോക്കാന്ന് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഞാൻ എടുത്തില്ല. 16 രൂപ വെച്ചിട്ടൊക്കെ കിലോമീറ്ററിന് കണ്ടത്. അപ്പൊ നമുക്ക് നേരെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു റാപ്പിഡ് ഓടിച്ചു 320. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. കിലോമീറ്ററിന് ഒരു 20 രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവിടുന്ന് ആലുവന്ന് നെടുമ്പാശ്ശേരിക്ക് അടിച്ചു 253 രൂപ. ഭയങ്കര കുറവാട്ടോ. ആദ്യം 300 രൂപ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമരമൊക്കെ ചെയ്തപ്പോൾ റേറ്റ് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെടുമ്പാശ്ശേരി നേരെ വീണ്ടും പെരുമ്പാവൂർ അടിച്ചു 269. അത് കഴിഞ്ഞിട്ട് 455-ന് ഞാൻ കാക്കനാട് ഡെസ്റ്റിനേഷൻ ഇട്ടിന് കറക്റ്റ് തൃപ്പൂണിത്തറ. ഞാനിപ്പോൾ നിൽക്കണീൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത്. ഒരു ഇന്ത്യക്കാരൻ, അതാണ് നേരത്തെ കണ്ടത്. നല്ലൊരു ഇന്ത്യക്കാരനായിരുന്നു കേട്ടോ, അടിപൊളി. നല്ല മലയാളമൊക്കെ വർത്താൻ പറയും. 20 കൊല്ലമായി ഇത്ര ആൾ ഇവിടെ വന്നിട്ട്, 21 കൊല്ലം. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. ഊബറിൽ നമ്മൾ 1949 രൂപക്കാണ് ഇന്ന് ഓടിയത്. ഇന്നെടുത്ത സമയം 7.5 മണിക്കൂർ കേട്ടോ ഊബറിൽ. പിന്നെ റാപ്പിഡോയിലുള്ള 500 എത്രയുണ്ട്, 530. ഇതാണ് നമ്മൾ ഇന്നത്തെ ഏണിങ്സ്. പിന്നെ പേഴ്സണൽ ട്രിപ്പും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ പക്കല.